ഇന്ന് പ്രതീക്ഷിക്കാതെ ഞങ്ങൾ ഫാമിലി എല്ലാവരും ഒത്തുകൂടിയ ഒരു ദിവസമായിരുന്നു കേട്ടോ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വന്നതാണ്. അപ്പോൾ നേരെ ഇങ്ങോട്ടേക്ക് വന്ന ഉടനെ അമ്മായി നല്ല ചൂട് ചായയൊക്കെ ഉണ്ടാക്കി തന്നിട്ടാ. ഇത്താത്തി ഇവിടുന്ന് നല്ല പാർട്സ് വൃത്തിയാക്കുന്നുണ്ട്, അനിയത്തി ഇവിടുന്ന് ക്യാപ്സിക്കം കട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ വന്ന ഒരു അതിഥിയാണിതാ ഈ കാണുന്നത്. നല്ല ക്യൂട്ടായിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കണ്ണാണ് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ എല്ലാവരും ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കിലായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്നത്. അമ്മായി അതിൻ്റെ മസാലയും കാര്യങ്ങളൊക്കെ റെഡി ആക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ കാണുന്നവർക്ക് മനസ്സിലാവുമായിരിക്കും. ഞാൻ എവിടെ പോയാലും അധികം കഴിക്കുന്നൊരു സംഭവമാണിത്. അപ്പോൾ അതിങ്ങനെ മിക്സ് ചെയ്യുന്ന കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ മുട്ട ചിക്ക തന്നെയല്ലേ നിങ്ങളും പറയാമെന്ന് അങ്ങനെയായിട്ട് പറയാട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ഫൈനലി അത് സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മുടെ പാർട്സ് കറി ഇവിടെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്താത്ത ചില്ലി ആക്കാൻ വേണ്ടിയിട്ട് ഇതാ നമ്മൾ ചിക്കനൊക്കെ നല്ല രീതിയിൽ ഇങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ചില്ലിക്ക് വേണ്ടിയിട്ടുള്ള ചിക്കൻ ഇവിടെ നിന്ന് ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കൂടി പായസം ഒഴിച്ചിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് കിട്ടിയ പണിയാണ് പെങ്ങളെ മക്കൾ, അമ്മായിൻ്റെ മക്കൾ, എൻ്റെ മക്കൾ എല്ലാ മക്കൾക്കും കൂടി വാരി കൊടുക്കാമെന്നുള്ളത്. അല്ലെങ്കിൽ നേരത്തെ കാലത്ത് കിടന്ന് ഉറങ്ങുമല്ല, കൂട്ടത്തിലൊന്നും പിന്നെ നമുക്കും തിന്നാലോ. അങ്ങനെ ഇതാ ഒരുത്തിക്ക് ചോറ് മാത്രം വായി പോവില്ല ഗൈസ്, ചിക്കൻ മാത്രം പോവും. അതിൻ്റെ ആ ഒരു ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ ഒരു വീഡിയോ ഞാൻ എടുത്ത് വേറെ തന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട്. ചിക്കൻ മാത്രമേ വായിലേക്ക് പോകുള്ളൂ ഗൈസ്, നോക്കണേ കണ്ടാ. ചിക്കൻ വേഗം പോവും. കുറച്ച് ചോറ് കൊടുത്ത് നോക്കാലോ നമുക്ക്. നെയ്യോ കുറച്ച് ചോറ് തരട്ടെ, കുറച്ച്. പിന്നെ ആ ഡ്യൂട്ടി കഴിഞ്ഞ ഉടനെ തന്നെ ഒരു കാര്യം സേമിയ പായസം കുടിച്ചു. പിന്നെ ചില്ലിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ പീസും എടുത്ത് കഴിച്ചു. നല്ല അടിപൊളി പാർട്സ് കറി ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് സെൻട്രലോട്ട് വന്ന സമയത്ത് ഇവിടെ നിന്ന് എല്ലാവരും ഫിലിം കാണുന്ന തിരക്കിലായിരുന്നു. പിന്നെ നമ്മൾ ചില്ലി ഉണ്ടാക്കുന്ന പോയിട്ടാണ്. ഇതിന് വേണ്ടി ഞാൻ ഓടി വരികയാണ് ചെയ്തത്. ഇത്തത്തായി ഉണ്ടാക്കുന്ന ചില്ലി ഉണ്ടല്ലോ, എൻ്റെ അമ്പോ ഒന്നും പറയാനില്ല. നമ്മൾ റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ ഞങ്ങൾ ഉണ്ടാക്കിയാലാവില്ല കേട്ടോ, പക്ഷെ ഇവിടെ ഉണ്ടാക്കിയാലാവും. അത് കാണാൻ വേണ്ടിയിട്ടാണ് ഗൈസ് ഞാൻ ഇനി ഓടിക്കതച്ച് വന്നിട്ട് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ ഇതവളെ അത് ഓരോരോ ഇൻഗ്രീഡിയൻസും അതിലൊഴിക്കുന്നതും ഇടുന്നതൊക്കെ നോക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ നാളെ പിറ്റേന്ന് ഞങ്ങളത് ഉണ്ടാക്കി നോക്കുമ്പോൾ എന്താ അറിയില്ല, ആ ഒരു ടേസ്റ്റ് കിട്ടൂല. എന്തായാലും മറ്റൊരാൾ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് വേറെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ. സ്വന്തം ഉണ്ടാക്കി കഴിക്കുന്നതിനേക്കാളും ആരെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് തരുമ്പം കഴിക്കാനല്ലേ നമുക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉണ്ടാകുക. അങ്ങനെ ഫൈനലി നമ്മളെ നല്ല അടിപൊളി ചില്ലി സെറ്റായിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് നെയ്പ്പത്തലും കൂടി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ഇവിടെ നിന്ന് ചൂടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ എല്ലാവരും കൂടി ഇവിടെ നിന്ന് TV കാണുന്നുണ്ട്. ഓരോന്ന് നിലത്ത് കിടക്കുന്നുണ്ട്, ഓരോന്ന് സോഫയിലിരിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമിച്ച് സ്റ്റേ ചെയ്യുക, ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞൊക്കെ നല്ലൊരു സന്തോഷമുള്ള കാര്യമാണെന്നല്ലേ. ഇനി നമുക്ക് കുറച്ച് മേക്കപ്പ് ഉണ്ടല്ലോ, എന്തിനാ അതിൻ്റെ മാത്രം കുറവ്, ഇനി കാണിച്ചു തരാം. ബാ മേക്കപ്പ് ഇടുക. അങ്ങനെ ഇതൊക്കെ കഴിയുമ്പോൾ തന്നെ പിള്ളേരെല്ലാം ഓരോ ഭാഗത്തേക്ക് ചായാൻ തുടങ്ങി. അപ്പോൾ പിള്ളേരെല്ലാവരെയും വിളിച്ചിട്ട് ഫുഡ് കൊടുത്ത് പിന്നെ അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് ടേബിളിൽ നമ്മൾ ഫുഡൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ലേഡീസ് ഫസ്റ്റാണ് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവിടെ ആണുങ്ങന്മാരെ ഫസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്ത് കാക്കമാർക്ക് എല്ലാവർക്കും കൂടി എന്തായി ടേബിളിൽ ഫുഡൊക്കെ ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ കഴിച്ചിട്ട് നമ്മൾ കഴിക്കാമെന്ന് വിചാരിച്ച്. അതിനുശേഷം എന്താ പറയുക, നമ്മൾ ഈ ക്യാമറ ഇങ്ങനെ വീഡിയോസൊക്കെ ഇങ്ങനെ പിടിച്ച് പോകുമ്പോൾ കാക്കമാരൊക്കെ ഇട്ട് വരുന്നുണ്ട്. ഒരു വ്ളോഗർമാരും ഒരു ക്യാമറയും കൂന്തോന്നൊക്കെ പറയുന്നുണ്ട്. നമ്മളതൊന്നും മൈൻഡ് ചെയ്യാറില്ല ഗൈസ്. അങ്ങനെ അവരെണീച്ചതിന് ശേഷം നമ്മൾ ഫുഡ് കഴിച്ചു കേട്ടോ. അപ്പോൾ നല്ല കർക്കിടക മഴയുടെ കാറ്റൊക്കെ ഇങ്ങനെ വീശുന്നുണ്ട്. എന്താ വൈബ് എന്ന് പറയാം. ഫുഡ് കഴിച്ച പാട് കുറച്ച് സമയം പുറത്ത് പോയിട്ട് ഇരുന്നിട്ടാ. പിന്നെ കള്ളനും പോലീസും കളിക്കാന്നൊക്കെ പറഞ്ഞിരുന്നപ്പം പിന്നെ കുറച്ച് ലേറ്റായി. പിന്നെ ഇൻസുവിന് മദർസ ഉള്ളത് കൊണ്ട് പിന്നെ നിന്നില്ല, എക്സാം ഉണ്ട് രാവിലെ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഇത്രയുള്ളൂ. ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ബൈ.